ഞാൻ സാജിത്ത് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിലെ 5 ഗ്രാമപഞ്ചായത്തുകളും നേരിടുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുള്ള വലിയ പ്രശ്നമാണ് വേലിയേറ്റവും അതിൻ്റെ ഭാഗമായിട്ടുള്ള വെള്ളക്കെട്ടും. മുൻകാലങ്ങളിൽ വൃശ്ചിക മാസങ്ങളിൽ വാവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ മാത്രമാണ് പുഴയിലൂടെ വെമ്പനാട്ടുകായലിൻ്റെ കൈവഴിയായിട്ടുള്ള വീരമ്പുഴയിലൂടെ വെള്ളം ഇടത്തോടുകൾ വഴി കയറി പടിഞ്ഞാറൻ മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറുന്ന ഒരു പ്രതിഭാസമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ മാസവും വാവിനോടനുബന്ധിച്ചിട്ടുള്ള ദിവസങ്ങളിൽ വെള്ളം കയറുന്ന സ്ഥിതിയാണുള്ളത്. വെള്ളം വീടിന് അകത്തും കയറുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീടിന് ചുറ്റും കെട്ടിനിന്ന് കക്കൂസ് മാലിന്യങ്ങളടക്കം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. വൈപ്പിൻ്റെ പ്രത്യേകത പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് വേമ്പനാട്ടുകായലിൻ്റെ കൈവഴിയായിട്ടുള്ള വീരമ്പുഴയും അതോടൊപ്പം തെക്ക് കൊച്ചിക്കായലും വടക്ക് കോട്ടപ്പുറം കായൽ അഥവാ മുനമ്പം കായലും അഴിമുഖവും ചേരുന്ന 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണ്. ആ ദ്വീപിലെ 5 ഗ്രാമപഞ്ചായത്തുകളാണ് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തുള്ളത്. വടക്ക് നിന്ന് പള്ളിപ്പുറം, കുഴപ്പള്ളി, എടവനക്കാട്, നായരമ്പലം, ഞാറക്കൽ ഈ 5 ഗ്രാമപഞ്ചായത്തുകളിലായി 83 വാർഡുകളിലെ 1,24,000-ഓളം വരുന്ന ജനങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമായി ഇത് മാറിയിട്ടുണ്ട്. മൺസൂൺ കാലങ്ങളിലും അതുപോലെ തുലാവർഷ സമയങ്ങളിലും ഉണ്ടാകുന്ന കടൽക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് കടലിൽ നിന്ന് വെള്ളം കയറുന്നു. അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുൻപ് വൃശ്ചിക മാസങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന വേലിയേറ്റത്തിൻ്റെ ഭാഗമായിട്ട് വെള്ളം കയറി വെള്ളം കെട്ടി നിന്ന് ദിവസങ്ങളോളം ആ വെള്ളത്തിൻ്റെ ദുരിതത്തിലാണ് ദ്വീപ് നിവാസികൾ. അതോടൊപ്പം തന്നെ ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ ആ മഴവെള്ളം പോലും ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കാതെ കെട്ടി നിൽക്കുന്ന സ്ഥിതിയും ഉണ്ട്. നിലവിലെ നമ്മുടെ പല വീടുകളും ഈ തീരശോഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇരുന്ന് പോകുന്ന സ്ഥിതിയും ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ചെറിയ വേലിയേറ്റം പോലും വൈപ്പിൻ ദ്വീപ് പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യേകതയായിട്ടാണ് കാണുന്നത്. 2018 പ്രളയത്തെ തുടർന്നാണ് ഈ പ്രതിഭാസം ഇപ്പോൾ രൂക്ഷമായിട്ടുള്ളത്. അപ്പോൾ അന്ന് നമ്മുടെ കിഴക്കൻ മലകളിൽ നിന്ന് വന്ന മണ്ണോട് കൂടിയ എക്കലുകൾ നിറഞ്ഞ വെള്ളം ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിവിധ പഞ്ചായത്തുകൾക്ക് തോടുകളിലും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വീരമ്പുഴയിലും അടിയുകയും അതിൻ്റെ ഭാഗമായിട്ട് വെള്ളം ഉൾക്കൊള്ളുന്നതിൻ്റെ ശേഷി കുറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒട്ടേറെ കിലോമീറ്ററുകളോളം വരുന്ന തോടുകൾ അത് മൂടപ്പെടുകയോ അല്ലെങ്കിൽ ചെറുതാക്കപ്പെടുകയോ സംഭവിച്ചിട്ടുണ്ട്. പൊക്കാളിപ്പാടങ്ങൾ ഈ വെള്ളം സംരക്ഷിച്ച് നിർത്തുന്ന വെള്ളം ഉൾക്കൊള്ളുന്ന ഒരു മേഖല തന്നെയാണ്. പക്ഷേ ആ പൊക്കാളിപ്പാടങ്ങളിൽ ഇപ്പോൾ പൊക്കാളി കൃഷി തന്നെ ഓരോ വർഷം ചെല്ലും തോറും കുറഞ്ഞു വരികയാണ്. പാടങ്ങളിൽ കൃത്യമായിട്ടുള്ള ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്താത്ത സ്ഥിതിയുമുണ്ട്. അതോടൊപ്പം തന്നെ ചെമ്മീൻ കെട്ടുകളിലായാലും ഈ രൂപത്തിൽ എക്കലുകൾ നടഞ്ഞ് ഇതിൻ്റെ എല്ലാം ആഴം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത ഈ കടലിലൂടെ വേലിയേറ്റ സമയത്ത് വരുന്ന വെള്ളം ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു ദിവസം 6 മണിക്കൂർ ഇടവിട്ടാണ് ഈ വേലിയേറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സമയത്ത് വേലിയേറ്റത്തിലൂടെ വരുന്ന വെള്ളം തിരിച്ച് വേലിയിറക്കത്തിലൂടെ കടലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അടുത്ത വേലിയേറ്റം വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഈ വെള്ളം പോകാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ വീരമ്പുഴ ആഴം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്, അതിൽ എക്കലുകൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിന് നിർദ്ദേശിക്കാനുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളും മാത്രം വിചാരിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി കഴിയില്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും നല്ല ഇടപെടൽ ഈ ഒരു വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി കൂടിയേ തീരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ 2021 പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന ഉടനെ തന്നെ നമ്മളൊരു 3 ദിവസത്തെ ശില്പശാല സംഘടിപ്പിക്കുകയുണ്ടായി. ദ്വീപ് സംരക്ഷണവും സമഗ്ര സുസ്ഥിര വികസനവും എന്നാണ് ആ ശില്പശാലയുടെ ക്യാപ്ഷനായിട്ട് തന്നെ നമ്മൾ ഉയർത്തിയത്. തദ്ദേശഭരണ വകുപ്പ് മന്ത്രിയും അതോടൊപ്പം തന്നെ ജലവിഭവ വകുപ്പ് മന്ത്രിയും എല്ലാം ഓൺലൈനിലൂടെ ആ കോവിഡിൻ്റെ സമയത്ത് നടത്തിയ 629ഓളം വിദഗ്ധർ, അതിനകത്ത് കുസാറ്റിലെ പ്രൊഫസർമാരുണ്ടായിരുന്നു, അതുപോലെ കുഫോസിലെ
പ്രൊഫസർമാരുണ്ടായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ സിഫ്നെറ്റ്, CMFRI, പിന്നെ കില, സംസ്ഥാന ആസൂത്രണ ബോർഡ്, MP, MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സാധാരണ ഈ നാട്ടിലെ ജനങ്ങളും അടങ്ങുന്ന വിദഗ്ധരടങ്ങുന്ന ഒരു ശില്പശാലയാണ്. ആ ശില്പശാലയിൽ ഉരുത്തിരിഞ്ഞ് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നിലവിലുള്ള നമ്മുടെ നീർച്ചാലുകൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. തോടുകൾ വീണ്ടെടുക്കുക, അതോടൊപ്പം നമ്മുടെ കുളങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. എല്ലാ വർഷവും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ ആഴം കൂട്ടുന്ന പ്രവൃത്തികൾ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുക്കുന്നുണ്ട്. പിന്നെ ചില പ്രദേശങ്ങളിൽ കാണുന്നൊരു പ്രതിഭാസം, ചെറിയൊരു ഇടപെടലോടുകൂടി തന്നെ ആ പ്രദേശത്തെ വെള്ളക്കെട്ട് തടയുന്നതിന് ഇടയാകുന്ന സ്ലൂയിസുകളുടെ നിർമ്മാണം ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമാണ്. ചില പ്രദേശങ്ങളിൽ ഇടത്തോടുകളിലൂടെ വെള്ളം കയറി 100-150 വീടുകളിൽ മുഴുവനായി ഈ പ്രശ്നം വരുന്നൊരു സാഹചര്യമുണ്ട്. വേലിയേറ്റവും വെള്ളക്കെട്ടും വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ ആ പ്രധാനപ്പെട്ട തോടുകളുടെ മുമ്പിലായിട്ട് വേലിയേറ്റ സമയത്ത് വെള്ളം കയറുന്നത് തടയുന്നതിന് സഹായകരമാകുന്ന നിലയിൽ ഒരു സ്ലൂയിസ് നിർമ്മിക്കുകയാണെങ്കിൽ താനെ വാതിൽ വന്നടഞ്ഞ് വെള്ളം കയറാത്ത ഒരു സ്ഥിതി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അതോടൊപ്പം തന്നെ മഴയൊക്കെ പെയ്ത് വെള്ളം വന്നു കഴിയുമ്പോൾ ഈ തോട്ടിലൂടെ വെള്ളം ഈ പ്രഷറിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാതിൽ തുറന്ന് പുറത്തു പോകുന്ന സ്ലൂയിസ് കം ബ്രിഡ്ജുകൾ വലിയ രൂപത്തിലുള്ള ഒരു സഹായകരമായി തീരും. അതോടൊപ്പം തന്നെ പാർശ്വഭിത്തിയുടെ ഉയരം വർദ്ധിപ്പിക്കുക. പക്ഷേ പാർശ്വഭിത്തിയുടെ ഉയരം വർദ്ധിപ്പിക്കുമ്പോഴും മറ്റ് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഈ വെള്ളം പോകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ വീരമ്പുഴയിലെ എക്കൽ നീക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ട് നമുക്ക് ഉയർത്തി കാണിക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കേരള ഗവൺമെൻറ് പ്രത്യേകിച്ച് ഈ അടുത്ത സന്ദർഭങ്ങളിലായി ഈ ഒരു വിഷയം അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കളക്ടറുടെ ചേംബറിൽ MLA അടക്കം പങ്കെടുത്തുകൊണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഇതിനു വേണ്ടി ചെലവഴിക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് വൈപ്പിങ്കരയ്ക്കായി ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടനാട് പോലുള്ള പ്രദേശങ്ങളിൽ അങ്ങനെ പാക്കേജുകളുണ്ട്. അതുപോലെ മലയോര മേഖലയിൽ പാക്കേജ് ഉണ്ട്. എന്തുകൊണ്ട് തീരദേശത്തെ ഈ കടലിനും വീരമ്പുഴയ്ക്കും മറ്റ് അഴിമുഖങ്ങൾക്കും ഇടയിൽ കഴിയുന്ന ഏഷ്യയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഒരു പ്രദേശത്തെ ഒരു ചതുരശ്ര കിലോമീറ്ററിനകത്ത് 3000-ഓളം ആളുകൾ ജീവിക്കുന്ന, ഏറ്റവും ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന, അത് തന്നെ മത്സ്യത്തൊഴിലാളികളും സാധാരണ കൂലിവേലക്കാരും ഒക്കെ ആയിട്ടുള്ള പാവങ്ങളെ സംരക്ഷിക്കുന്നതിന് സഹായകരമാവുന്ന ഒരു നിലപാട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സ്വീകരിക്കണമെന്നുള്ളതാണ്. ഇത്തവണത്തെ ബജറ്റിൽ ആശ്വാസകരമായ ഒരു പ്രഖ്യാപനം ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. തീരദേശ പാക്കേജിന് വേണ്ടിയിട്ട് 75 കോടി രൂപയും അതോടൊപ്പം തന്നെ കടൽഭിത്തിയുടെ നിർമ്മാണത്തിന് വേണ്ടി 100 കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. അത് പരമാവധി വൈപ്പിങ്കരയ്ക്ക് പ്രയോജനപ്രദമാക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു താല്പര്യമാണ്, ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. അതനുസരിച്ച് കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളും ഇവിടുത്തെ MLA ശ്രീ KN ഉണ്ണികൃഷ്ണൻ്റെ കൂടി സഹായത്തോടു കൂടി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ ജനങ്ങളെന്നുള്ള രൂപത്തിൽ സ്വയം തീരുമാനമെടുക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കാരണം നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ള തോടുകൾ നികത്തുന്ന സമീപനം ഇപ്പോഴും ചുരുക്കം ചില ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്തുകൾ തയ്യാറാകണം. അതിനെതിരായിട്ടുള്ളൊരു ക്യാമ്പയിൻ കൂടിയായി ഈ ദ്വീപ് സംരക്ഷിക്കുക എന്നുള്ളൊരു പോരാട്ടം കൂടിയായിട്ട് ഈ വേലിയേറ്റത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളെ കാണണം എന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്ന നിലപാട്. ആ നിലപാട് അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പശ്ചാത്തല മേഖലയിലെ പ്രൊജക്റ്റുകളടക്കം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.